രാജി, നീ പിന്നെ ഇപ്പം നമ്മുടെ കുടുംബത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതും കാവേരിക്ക് വേണ്ടിയിട്ടാണ്. മുക്കാ ചക്രത്തിന്റെ ഗുണ്ടകൾ കാട്ടുന്ന പരാക്രമ ഇന്ന് പോലീസ് സ്റ്റേഷൻ കാണിച്ചേ. അതെ, അത് വിശാലിനെ അകത്താക്കാനാണെന്നോട് ഓർക്കണം. ഞാൻ ചോദിക്കാൻ ജയപാലേട്ടാ, അവനെന്തെങ്കിലും വന്നോട്ടെ. അല്ല, നിനക്കെന്തോ സുഖമില്ലേ? ചെറിയൊരു തലവേദന. ആ ശരിയെന്നാ വെച്ചോ. क्या यहाँ कमरे हैं क्या? माफ कीजिए, मैंने आपकी बात ठीक से नहीं सुनी. कमरे हैं क्या? സോറി. എങ്ങോട്ട് പോകുന്നു, എവിടെ ഉറങ്ങുന്നു, എപ്പോ വരും, ഇക്കാര്യങ്ങൾക്കൊന്നും വ്യവസ്ഥയില്ലാത്ത ഊരുതണ്ടികൾക്ക് കൊടുക്കാൻ ഇവിടെ റൂമില്ല. ഊരുതണ്ടി കൊള്ളാം, നല്ല വിശേഷണം. നിന്റെ ഒക്കാബുലറി കുറെ മെച്ചപ്പെട്ടല്ലോ രാജി. എന്റെ വൊക്കാബുലറിയുടെ കാര്യമൊന്നും പറയേണ്ട സത്യേട്ട. ഇങ്ങനെ നേരെ മുമ്പിൽ വന്ന് കസ്റ്റഡിയിലാവുമ്പോ പ്രയോഗിക്കാൻ വേണ്ടി ഞാൻ ചുട്ടുപഴുത്ത കുറച്ച് വാക്കുകൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നതാ. എന്നാ ഇങ്ങ് പോന്നോട്ടെ, ഞാൻ ഇവിടെ മുന്നിൽ നിൽക്കല്ലേ. പക്ഷേ ഈ മുഖത്ത് നോക്കിയിട്ട് എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല സത്യേട്ട. അയ്യേ, നമ്മുടെ ഉരുക്ക് വനിത കരയാണോ? ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ? സത്യേട്ടാ, സത്യേട്ടന് അറിയില്ല ഞാനിവിടെ എന്താ അനുഭവിക്കുന്നതെന്ന്. ഒരാള് തുണയില്ലാതെ ഞാൻ. അതിന് മാത്രം എന്തു പ്രശ്നം നിനക്ക് ഇവിടെ? ഹായ് അച്ഛൻ ബ്രോ. ഹായ് 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 ഹായ്. എന്താണ് മോൻ ബ്രോ, സുഖം തന്നെ? എന്റെ കുട്ടി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അതെ, എപ്പോഴാ ലാൻഡ് ചെയ്ത് ഛത്തീസ്ഗഡിന്ന്? ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. നീ ഇപ്പോഴും പഴയതുപോലെ കറക്കം തന്നെ. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ തിരക്കിത്തിരി കൂടിയെങ്കിലേ ഉള്ളൂ. നാട്ടിലെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്തിരിക്കുക സാർ ഇപ്പോ. ആണോടാ? ചുമ്മാ തള്ളു. നിങ്ങക്ക് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞൂടെ ബ്രോ? അത് പോയിന്റ്. ചുമ്മാ ചിരിച്ചു തള്ളിക്കളയല്ലേ സത്യേട്ടാ. മോന്റെ കുസൃതി ഇപ്പോ ഇത്തിരി അതിര് കിടക്കുന്നു. കണ്ടില്ലേ ചാ, അമ്മയുടെ സ്വഭാവം ആകെ മാറിപ്പോയി. എപ്പോഴും എന്തേലും കുറ്റം കണ്ടെത്തി ഇങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടേയിരിക്കും. എങ്ങനെയാ വഴക്ക് പറയാതിരിക്കുന്നെന്ന് സത്യേട്ടൻ തന്നെ പറയണം. ഗസ്റ്റുകൾ കൂടുതലും സ്റ്റാഫ് കുറവുള്ളതുമായിട്ടുള്ള അവസ്ഥ ഇപ്പൊ റിസോർട്ടില്. ജോലിക്ക് കയറിയ പിറ്റേ ആഴ്ച മുതൽ ലീവ് ഓരോരുത്തരും. സർവീസ് മോശമാണെന്ന് പറയാതിരിക്കാൻ എല്ലാം എടുത്ത് ഓടിയെത്തണം. റിസപ്ഷനിസ്റ്റിന്റെ ചെയർ വരെ ഞാൻ നോക്കേണ്ട അവസ്ഥയാ. അതിനിടെ നമ്മുടെ മോൻ എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്ക്. അച്ഛാ, അത് ഞാൻ. എടാ, നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മകനും ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം. അതല്ല രാജി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. നിനക്ക് അവനെക്കുറിച്ചും അവന് നിന്നെക്കുറിച്ചുള്ള പരാതിയൊക്കെ നമുക്ക് വഴിയെ തീർപ്പാക്കാം. അച്ഛാ, എന്നാ പിന്നെ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ.
ഒരു കുളി പാസ്സാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങെത്താം. ആയിക്കോട്ടെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടല്ലേ സത്യേട്ടൻ പോവും? അതോ ഛത്തീസ്ഗഡിൽ കൊമ്പനാനെ പെറ്റുകിടക്കുന്നു പറഞ്ഞ് ഉടനെ കെട്ടുമുറുക്കൂ? അവിടെ ഇപ്പൊ പൊള്ളുന്ന ചൂടാ രാജി. ഛത്തീസ്ഗഡില് ഏറ്റവും ചൂട് കൂടിയ സമയം ഇപ്പോ 40-45 ഡിഗ്രി സെൽഷ്യസ് വരെ വരാറുണ്ട്. ഓ, അപ്പൊ എന്നെ മോനെയും കാണാനുള്ള കൊതിയോണ്ടല്ല, അവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാ സത്യേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. അങ്ങനെയൊന്നും വിചാരിച്ച് കളയല്ലേ രാജി. എല്ലാം ഒരു നിമിത്തമായിട്ട് എടുത്താ മതി. ബിപിയുടെ ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ബിപി ഇപ്പോ എങ്ങനെയാ? അതിങ്ങനെ കൂടും കുറയും, പിന്നെയും കൂടും പിന്നെയും കുറയും. ഇപ്പൊ കുറഞ്ഞിരിക്കുക, ഇനി കൂടാനാണ് സാധ്യത. അല്ല, ഈ അസുഖത്തിന്റെ സ്വഭാവം വെച്ച് പറഞ്ഞതാ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ രാജി, യാത്ര ചെയ്ത് ക്ഷീണിച്ചു. ശരി. ഇതെന്താ, കോഴി ധ്യാനോ? അല്ലടാ വിനീത്, ജയിലിൽ കിടന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കാവേരി പുറത്തു പോയപ്പോ ഒരാളുടെ മേടിച്ചു കൊടുത്തു വിട്ടതാ. ഇതിപ്പോ പട്ടിയുടെ കയ്യില് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയായി. എന്തു പറ്റി? നിളക്കേ ചിക്കൻ ബിരിയാണി വേണോന്ന്. അതിനിപ്പോ എന്താ? എന്റെ നിളക്കുട്ടിക്ക് ഒരു ചിക്കൻ ബിരിയാണി വേണമെന്ന് തോന്നിയാ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ? നമസ്കാരം പ്രിയപ്പെട്ട ചിക്കനെ. നീ പോയി ഒരു ബിരിയാണിയായി വാ എന്ന് പറഞ്ഞാൽ അത് ബിരിയാണിയായി വരില്ല. ബിരിയാണി ഉണ്ടാക്കാൻ എന്താ പ്രശ്നം? ഉണ്ടാക്കാൻ കിച്ചണില്ലേ, അടുപ്പും ഗ്യാസും ഇല്ലേ, മല്ലിയിലേയും പുതിനയിലേ, ഉണ്ടാക്കാൻ ആളില്ലേ? പക്ഷെ ഉണ്ടാക്കാൻ ഇപ്പൊ ആളില്ലടാ. ഓ, അതിനിപ്പോ എന്താ പ്രശ്നം? ഉണ്ടാക്കാൻ ആളില്ലല്ലേ? 1 2 3 4 5. കാവേരി ചേച്ചിയും കൂടി കൂട്ടിയ 6 പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് കഴിക്കാനല്ലാണ്ട് വെക്കാൻ ഒരു ഗുണമില്ല. എടീ, അത് ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാ. പഴയ രീതിയിലാണെങ്കിൽ ഞാൻ തകർത്തേനെ. അച്ഛമ്മേ, അതിന് ബിരിയാണി എന്നല്ല പറയുന്നേ, കോഴിക്കറി എന്നാ പറയുന്നേ. ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു, പക്ഷെ എത്ര ശ്രമിച്ചാലും ഒടുവിൽ കുഴഞ്ഞു പിടിക്കും. എന്നെ നോക്കണ്ട വിനീതേട്ടാ, എനിക്ക് കഴിക്കാനേ അറിയാം. എനിക്കും. ഞാൻ ഉണ്ടാക്കാന്ന് മര്യാദക്ക് പറഞ്ഞതാ. അമ്മ ഉണ്ടാക്കിയ സൂപ്പർ ആയിരിക്കും. ഓ, അത് വേണ്ടമ്മേ, അമ്മയുടെ കൈക്ക് വേദനയെന്നല്ലേ പറഞ്ഞേ. അത് സാരമില്ലടി, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗുളി കഴിക്കാം. അമ്മേ കണ്ടോ, അമ്മയ്ക്ക് വയ്യ. നീ പൊടി, നിന്റെ ഒരു ചിക്കൻ ബിരിയാണിയും കൊണ്ട്. ഉണ്ടാക്കി തന്നാ ചേച്ചി കഴിക്കില്ലേ? അത് പിന്നെ ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. അല്ല, ചിക്കൻ കറിയാണെങ്കിൽ ഞാൻ വെച്ചുതരാം. പറ്റില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെ വേണം. ഇടി, ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഈ വേദന വെച്ച അമ്മ ഉണ്ടാക്കിയിട്ടേ ഇവളങ്ങനെ ആ ബിരിയാണി കഴിക്കണ്ട. നിർത്ത്. നമ്മളെ ഇവിടെ ബിരിയാണി വെക്കുന്നു, ഇതുള്ള കുട്ടി കഴിക്കുന്നു, ഒപ്പം ബാക്കിയുള്ളവരും. ഞാൻ ഈ വിനീത്. അതിന് വിനീതന് ബിരിയാണി വെക്കാനൊക്കെ അറിയോ? പിന്നെ നല്ല ഞെരുപ്പായിട്ട് വെക്കും. മോക്ക് എന്ത് ബിരിയാണിയാണ് വേണ്ടത്? തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി, ചെട്ടനാട് ബിരിയാണി, കല്യാണ ബിരിയാണി? എനിക്ക് ചിക്കൻ ബിരിയാണി മതി. അപ്പോ ദം ബിരിയാണി തന്നെ ആയിക്കോട്ടെ. ഒരു 1 മണിക്കൂർ കാത്തിരുന്നാൽ മതി. അതിനുള്ളിൽ വായി കൂടി കപ്പലോടുന്ന ടേസ്റ്റുള്ള ബിരിയാണി ഈ വിനീതേട്ടൻ ഉണ്ടായിത്തരും. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, ഞാൻ ബിരിയാണി വെച്ച് കഴിയും വരെ കിച്ചണിലാരും കയറാൻ പാടില്ല. എന്റെ ബിരിയാണി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അല്ല, എനിക്ക് ചോറും കറിയും വെക്കാണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്നതിന് മുമ്പായിരിക്കണം. എന്റെ അമ്മേ, ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ ചോറെന്തിനാ? അപ്പോ കഴിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നോ? അംഗം വെട്ടാൻ ഞാൻ അടുക്കളയിലേക്ക്.
ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം കേട്ടാ. മോളെ ഇതൊക്കെ സത്യമാണോ? എനിക്കറിയില്ലമ്മേ, എനിക്കിതിലെന്തോ അസ്വാഭാവികത തോന്നുന്നുണ്ട്. ഒന്ന് പോകങ്ങേച്ചി, നല്ല ഉശിരം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വിനിതട്ടം വരും. നമുക്കിന്നേ മൊത്തത്തിലൊന്ന് ആഘോഷിക്കണം. കഴിക്കാൻ ഞാൻ റെഡിയാ. ഞാനും ഉണ്ട്. ഒരു കൈസഹായം വേണോ? രാഗിണി? അതേടി, രാഗിണി തന്നെ. ജയപാലന്റെ മകൾ രാഗിണി. രാഗിണിക്ക് നേരെ ഒന്ന് നിവർന്ന് നിൽക്കാൻ ഒരു കൈസഹായം വേണോ? കൊള്ളാമടി, നിന്റെ എൻട്രി കലക്കി. നിനക്ക് നിന്റെ അച്ഛനൊക്കെയുള്ളൊരു പാരമ്പര്യം ഉണ്ടല്ലോ, വാപ്പച്ചിയുടെ ലെഗസി. അതിന്റെ ഒരു ടച്ച് ഉണ്ട് ഈ എൻട്രിക്ക്. പിന്നീന്ന് കുത്തുന്ന ശീലം മറന്നിട്ടില്ലല്ലോ. ഞാനും എന്റെ അച്ഛനൊക്കെ ഇന്ന് നിവർന്ന് നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിനക്കും നിന്റെ അച്ഛനൊക്കെ പിന്നീന്ന് കുത്തി വീഴ്ത്താൻ കഴിയുന്നത്. ഞാനും എന്റെ അച്ഛനൊക്കെ ഇന്ന് നിവർന്ന് നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിനക്കും നിന്റെ അച്ഛനൊക്കെ പിന്നീന്ന് കുത്തി വീഴ്ത്താൻ കഴിയുന്നത്. ഞാൻ നിന്നെ തൊട്ടില്ലല്ലോടി. തൊടാതെ തന്നെ നീ പേടിച്ചു. അതെന്റെ കുറ്റമല്ല. ജയപാലന്റെ മോൾക്ക് അരവിന്ദന്റെ മോൾ കാവേരിയുടെ ഒരു കൈസഹായം വേണോ? നിന്നെ ഞാൻ തൊടാതെ നീ എന്തിനടി പേടിച്ചത്? അതെന്റെ കുറ്റാണോ? വാളിന്റെയോ വാഹനത്തിന്റെയോ ഒക്കെ പിന്തുണ വേണം നിനക്കൊക്കെ കരുത്ത് കാണിക്കാൻ. കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മകൾ കാവേരിക്ക് അതിന്റെ ആവശ്യമില്ലടി. ദാ ഈ വെറും കൈമതി. ഇനിയും തിളപ്പ് കൂടുതലാണെങ്കിൽ വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. വാരിയെടുത്ത് റോഡിൽ പതിപ്പിച്ചു കളയും ഞാൻ. പിന്നെ പറിച്ചെടുത്തോണ്ട് പോകേണ്ടി വരും ജയപാലന് മോളെ. മുൻപ് മുട്ടാൻ വന്നപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് മോള് വണ്ടി നേരെ ബാംഗ്ലൂർക്ക് തിരിച്ചു വിട്ടോ. അങ്ങനെ പെട്ടെന്ന് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ടല്ലടി ഞാൻ വന്നത്. ഒപ്പത്തിനൊപ്പം മുട്ടാനൊരാളില്ലാത്തത് കൊണ്ട് നീ ഇവിടെ കിടന്ന് വിലസുവാണെന്ന് ഞാൻ കേട്ടു. നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്റെ അച്ഛനാണെന്നോ അയാളുടെ അടുത്തുനിന്ന് എന്റെ അച്ഛൻ തോട്ടവും പണവും ഒക്കെ തട്ടിയെടുത്തെന്നോ എന്തൊക്കെയാടി കഥകള്. ഒന്നാലോചിക്കുമ്പോ കഷ്ടമാടി നിന്റെ അച്ഛന്റെ കാര്യം. 4 പെൺമക്കള്, 4നെയും കെട്ടിച്ചു വിടാനും കുടുംബം കഴിയാനും ഒക്കെയായി ആകെയുള്ളത് ഗൾഫിലുള്ളൊരു കൂലിപ്പണി. എന്റെ അച്ഛന്റെ വേർപ്പിന്നുള്ള പണം കൊണ്ട് ഇതുവരെ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പോയി. മൂത്തവളുടെ കല്യാണം വന്നപ്പോ കള്ളി വെളിച്ചത്തായി. സ്ത്രീധനമായിട്ട് എടുത്തു കൊടുക്കാൻ നിന്റെ അച്ഛന്റെ കയ്യിൽ എന്തുണ്ടായിട്ടാ? ആ വിഷമത്തില് പാപം നെഞ്ചുപൊട്ടി മരിച്ചു. പക്ഷേ പെൺമക്കളുടെ കാര്യം ആ രസം. അച്ഛൻ മരിച്ചു, വരുമാനവും നിലച്ചു, ഇരുന്നുണ്ണാൻ വകുപ്പില്ല. ചുളിവിൽ എങ്ങനെയെങ്കിലും ചെലവ് നടന്നു പോകണമല്ലോ എന്ന് കൂലങ്കർഷമായി ചിന്തിക്കുമ്പോഴാ എന്റെ അച്ഛനെ പെടുത്താനുള്ള ഐഡിയ വന്ന് വീഴുന്നത്. അച്ഛന്റെ കയ്യില് ആവശ്യത്തിന് പണം ഉണ്ടല്ലോ. നിന്റെ അച്ഛനെ എന്റെ അച്ഛൻ പറ്റിച്ചെന്ന് പറഞ്ഞു പരത്തി പണം പിടുങ്ങാന്ന് കരുതി അല്ലേടി? ഹെച്ചലില നക്കുന്ന നായ ഉണ്ടല്ലോ, അതിന്റെ ചെറി നക്കുന്നതിന് തുല്യം ആടി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്നത്. മറ്റുള്ളവരുടെ കണ്ണീരും ചോരയും വേർപ്പും ഒക്കെ ആടി നിന്റെ അച്ഛന്റെ സ്വത്ത്.
നീ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാർ മുതല് ഇട്ടിരിക്കുന്ന ചെരുപ്പ് വരെ മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലമാ. കണക്ക് കൃത്യമായിട്ട് പറഞ്ഞ മൊത്തം ഇവിടെ അഴിച്ചു വെച്ച് ഉടുതുണി മാത്രമായിട്ട് പോണ്ടി വരും നീ. കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തോണ്ടിരിക്കുക ഞാൻ. എല്ലാം തികഞ്ഞ് ബോധ്യപ്പെട്ട് കഴിയുമ്പോ ജയബാലന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വരവുണ്ട് കണക്ക് തീർക്കാൻ. ഉടനെ ഒന്നും നിന്റെ മടങ്ങിപ്പോക്കില്ലാത്തത് കൊണ്ട് നന്നായി. എന്റെ അച്ഛനെ ചതച്ച ജയബാലന്റെ കാൽ ചുവട്ടില് മണ്ണൊലിച്ചു പോകുന്നതും ആ സാമ്രാജ്യം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകരുന്നതും കാണാൻ നീ ഇവിടെ തന്നെ വേണം. പിന്നെ നീ കാവേരിക്കത്തെ എതിരാളിയാണെന്നൊരു തോന്നല് അത് വെറുതെയാ. നിന്റെ അച്ഛനെ കൊണ്ട് പറ്റിയിട്ടില്ല കാവേരിക്കൊപ്പം നിൽക്കാൻ. പിന്നെയാ നീ പോടി. ഒരു തുടക്കത്തിന് ഇത്രയൊക്കെ മതി. നീയൊക്കെ ഇത്രേ ഉള്ളടി രോഹിണിക്ക് മുന്നില്. ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായ വിഭവങ്ങൾ: ബസുമതി അരി 1/2 കിലോ, അതുണ്ട്. ചിക്കൻ 1/2 കിലോ കഷ്ണങ്ങളാക്കിയത്, 1/2 കിലോ കൂടെ ഉണ്ട്. മസാലക്കൂട്ടുകൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 സ്പൂൺ, പച്ചമുളക് എരിവിനനുസരിച്ച്, പച്ചമുളക്, സവാള 4 എണ്ണം നീളത്തിലരിഞ്ഞത്, 3 തക്കാളി 2 എണ്ണം അരിഞ്ഞത്, തൈര് 1/2 കപ്പ്, ബിരിയാണി മസാല 2 ടീസ്പൂൺ, 2 സ്പൂൺ, മുളക് പൊടിയും ഗരം മസാലയും ഓരോ ടീസ്പൂൺ വീതം, മുളക് പൊടി, സുഗന്ധവ്യഞ്ജനങ്ങൾ ഏലക്ക 4 എണ്ണം, ഇതിലും ഭേദം SSLC പരീക്ഷ പോണായിരുന്നു. നല്ല മണം. വിനീതേട്ടാ, ഇതൊക്കെ എന്താ? അതോ ബിരിയാണിയുടെ ചേരുവകൾ. ഇതൊന്നും അറിയില്ലല്ലേ? കൊള്ളാം വിനീതേട്ടാ. കുറച്ചേ
കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി ആവായിരുന്നു. അതിന്റെ കാര്യം വീഡിയോ പറഞ്ഞില്ലല്ലോ. അതെ, എല്ലാ ബിരിയാണിക്കുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ കാണില്ല. ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. ലോകത്താരും ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ബിരിയാണി. ആ പക്ഷേ ചെറുനാരങ്ങ ഇല്ലല്ലോ. ചെറുനാരങ്ങ അതൊക്കെ വേണോ ബിരിയാണിക്ക്? വിനീതേട്ടാ, ഇന്ന് പട്ടിണി ആവില്ലല്ലോ അല്ലേ? ദേ ചോറ് വെച്ചിട്ടില്ല. എന്താ അത്? മാറി 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 നോക്കാൻ പറ്റില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോട്ടെ വിനീതേട്ടാ. പറ്റില്ല പറ്റില്ല. ഒറ്റൊരു സ്പൂൺ കൊതി കൊണ്ടാ. ഒന്നും പറ്റില്ല. ബിരിയാണി ഉണ്ടാക്കി തീരും വരെ അടുക്കളയിൽ കയറാൻ പാടില്ലെന്നാണ് എഗ്രിമെന്റ്. എന്റെ ബിരിയാണി ഒരു സസ്പെൻസ് ആയിരിക്കണം. വിനീതേട്ടാ, നിലമോൾക്ക് മാത്രം കുറച്ച്. ആർക്കുമില്ല. ഇറങ്ങിക്കോ അടുക്കള ഇറങ്ങിക്കോ, പെട്ടെന്ന് ഇറങ്ങിക്കോ. ശരി, വാ മോളെ പോവാം. ഗംഗേച്ചി, ഇത് നല്ല മണം. നീ ഒന്ന് വാടി, നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയല്ലേ ഉണ്ടാക്കുന്ന. വാ, കുറച്ച് വെയിറ്റ് ചെയ്യേ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്രയും വേണോ? കൊള്ളാം. അയ്യോ, എന്റെ ഗെയിം. ഇത്തവണ ഉറപ്പായിട്ട് ഞാൻ ജയിക്കും. നോക്കിക്കോ, ഞാനും ഒരു കാറ് വാങ്ങിക്കും, അവളുടെ മേലെ ചെളി തെറിപ്പിക്കാൻ മാത്രമായിട്ട്. ഇതിപ്പോ പൂമ്പാറ്റ വരുന്ന എന്തിനാണെന്ന് പൂവിനറിയില്ല എന്ന് പറഞ്ഞ പോലെ ആണല്ലോടി കള്ളി. എന്താടി പൂമ്പാറ്റയും പൂവും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.